അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖം സന്തോഷിക്കണമെന്ന് വിചാരിക്കുന്നു. അത് അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് നിങ്ങൾ തമ്പനയില് കണ്ടതുപോലെ സന്ധ്യാസമയത്ത് സസ്പെൻഷൻ, കുട്ടികൾ പുറത്തു പോകാത്തതിന്റെ രഹസ്യം. അങ്ങനെ ഞാൻ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സന്ധ്യാസമയത്ത് കുട്ടികളെ പുറത്തിറക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് മുഴുവനായിട്ടൊന്ന് വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതിന്റെ എല്ലാവരും മനസ്സിലാക്കിയിട്ട് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ കേട്ടോ. എന്തുകൊണ്ടാണ് അതിന്റെ കാരണം എന്നൊക്കെ ഉള്ളത് അപ്പൊ നമുക്ക് വീഡിയോയിൽ കൂടെ കാണാം. അപ്പൊ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഒരുപാട് കേട്ടിട്ടുള്ള ഒരു ഡയലോഗാണ്, ഓടിക്കോ സന്ധ്യയായി കതകിനകത്ത് കയറ്. ഇത് കേട്ട് ഓടി അകത്ത് കയറാത്ത കുട്ടികൾ ആരും ഉണ്ടാകൂല. ഈ ഒരു നിയമം കേട്ടാൽ ഒരു അന്ധവിശ്വാസം പോലെ തോന്നുമെങ്കിലും ഇതിന് പിന്നിൽ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ ഒരു കിടിലൻ സെക്യൂരിറ്റി ടിപ്പ് ഉണ്ട് ഇതിന്റെ പിന്നിൽ. അത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഇതിന്റെ മുമ്പ് ഞാൻ അങ്ങനെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു കമന്റ് കൂടി എനിക്ക് അതിന് വന്നിട്ടുണ്ടായിരുന്നു അന്ന്. അപ്പൊ കുറെ ആയി അതിന്റെ എന്താണ് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു പർട്ടിക്കുലർ വീഡിയോ ആയിട്ടാണ് എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ഞാൻ ഒരു മറുപടി ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് അന്ന് ഞാനിത് മുഴുവനായിട്ട് എനിക്കത് വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പൊ ഈ ഒരു വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വിശദീകരിച്ച് പറയാമെന്നും കൂടി വിചാരിച്ചു. അപ്പോൾ ആ കമന്റ് ഇട്ടവർക്കും കൂടി ഇത് ഉപകരിക്കുമെന്ന് വിചാരിക്കുന്നു. അതിന്റെ ഒരു കാരണം എന്താന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്കാണ് ഒരു കമന്റ് വന്നിട്ട് ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. കുറെ ആയി. പക്ഷെ എന്നാലും എന്റെ ഏകദേശം ഓർമ്മയിൽ അതൊക്കെ ഉണ്ട്. അപ്പൊ അതിനുള്ള ഒരു ഉത്തരവായിട്ടാണ് ഇപ്പൊ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ പറയാണ്, എന്റെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, പിന്നെ തീരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ നിൽക്കുക, അത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോഴും ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ഇങ്ങനെ കിട്ടിയേക്കും. നമ്മുടെ മുതിർന്നവർ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ശരിക്കും ആരോ പുറത്തിറങ്ങുന്ന ഒരു ടൈമുണ്ട്. അതെന്താണ്, ആരാണ് പുറത്തിറങ്ങുന്നത്, എന്തിനാണ് നമ്മുടെ പിള്ളേരെ മാത്രം അകത്ത് നിർത്തുന്നത്? അപ്പൊ അങ്ങനെ നമുക്കിത് ചിരിച്ചു. നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്താണെന്നോ, സന്ധ്യയാകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ തടഞ്ഞു നിർത്തണം. കാരണം ആ സമയത്താണ് പിശാചുക്കൾ, ജിന്നുകൾ വ്യാപകമായി സഞ്ചരിക്കുന്നത്. ഇതിനെ നമുക്ക് ശൈത്താന്മാരുടെ റഷ് അവർ എന്ന് വിളിക്കാം. പകൽ മുഴുവൻ ഒരുങ്ങിയിരുന്നിട്ട് വെളിച്ചം മങ്ങുന്ന ആ ഒരു പ്രത്യേക സമയത്ത് എല്ലാവരും കൂടി ഒരുമിച്ച് റോഡിലിറങ്ങുകയാണ്. ഇരുട്ട് വീഴുമ്പോൾ അവർക്ക് ഓടാനും ചാടാനും മറഞ്ഞിരിക്കാനും ഒക്കെ എളുപ്പമാണ്. ഒരു ട്രെയിൻ സ്റ്റേഷനിലെ തിരക്ക് കൂട്ടുന്നത് പോലെ അവർ എല്ലാ ദിശയിലേക്കും ചിതറി ഓടുന്ന ടൈം ആണ് ഇത്. ആ തിരക്കിനിടയിൽ അവർക്ക് എളുപ്പത്തിൽ പിടിക്കാൻ കിട്ടുന്നത് ആരെയാണ്? നമ്മുടെ കുഞ്ഞുങ്ങളെ. ഓർക്കണം, കുട്ടികൾ എന്തുകൊണ്ട് ഈസി ടാർഗറ്റ് ആകുന്നു? മുതിർന്നവരും പുറത്തിറങ്ങാറുണ്ടല്ലോ, പിന്നെന്തിനാണ് കുട്ടികളെ മാത്രം അകത്ത് നിർത്താൻ പറയുന്നത്? അങ്ങനെയൊക്കെയാണ് ഓരോരുത്തരുടെ ചോദ്യങ്ങൾ. അപ്പൊ അതിനുള്ള കാരണം, അതിന് പ്രധാന കാരണങ്ങളാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഇത് കേട്ടാൽ നിങ്ങൾ ചിരിക്കും, പക്ഷേ കാര്യമുണ്ട്. ഇഷ്ടഭക്ഷണം കുട്ടികളുടെ കൂടെയുണ്ട്. നമ്മുടെ കൊച്ചുകുട്ടികൾ പ്രത്യേകിച്ച് ടോയ്ലറ്റ് ട്രെയിനിങ് കിട്ടാതെ വരും. ഒക്കെ ചിലപ്പോൾ പൂർണ്ണ ശുദ്ധിയിൽ ആയിരിക്കില്ല. ചില ചെറിയ മാലിന്യങ്ങൾ അവരുടെ കൂടെ ഉണ്ടാവും. പിശാചുക്കൾക്ക് ഇതൊരു ഫാസ്റ്റ് ഫുഡ് കൗണ്ടർ പോലെയാണ്. അവർ ഈ മാലിന്യം മണം തേടി കുട്ടികളുടെ അടുത്തേക്ക് എളുപ്പത്തിൽ വരും. ഒരു ചീസുള്ള ബർഗറിന്റെ മണം കിട്ടിയാൽ നമ്മൾ അങ്ങോട്ട് പോകില്ലേ? അതുപോലെയാണ് അവർക്ക്. പിന്നെ അടുത്തത്, സെക്യൂരിറ്റി പാസ്വേഡ് ഇല്ല. നമ്മൾ മുതിർന്നവർ വീടിനകത്ത് കയറുമ്പോൾ ബിസ്മി ചെല്ലും, പിന്നെ പുറത്തിറങ്ങുമ്പോൾ ഓരോ ദിക്റുകളൊക്കെ ചെല്ലും. അപ്പൊ ഇത് ഒരു ആത്മീയ ഒരു ആത്മീയ സുരക്ഷാ കവചാണ് നമുക്കുള്ളത്. കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ലല്ലോ. അപ്പൊ പിശാചിന് ഈ ദിക്റിന്റെ ഷീൽഡ് തകർക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ കുട്ടികൾക്ക് ദിക്റ് ചെല്ലാനോ പിന്നെ അള്ളാഹുവിനെ സ്മരിക്കാനോ അറിയില്ല. അവർ ഒരു പാസ്വേഡും ഇല്ലാത്ത വൈഫൈ പോലെയാണ്. അതുകൊണ്ട് തന്നെ
പിശാചുക്കൾക്ക് ഏറ്റവും എളുപ്പത്തിൽ അവരെ കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് കുട്ടികളെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. കുട്ടികളുമായിട്ടാണ് ഈ കാരണങ്ങൾ കൊണ്ടാണ് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി അവരെ വീടിനുള്ളിൽ നിർത്താൻ പറയുന്നത്. അപ്പോൾ ഇതിന്റെ ലോക്ക്ഡൌൺ എപ്പോഴാ കഴിയുക ഒന്നുകൂടി ഒന്ന് നോക്കാം. നമ്മൾ ഇങ്ങനെയൊക്കെ പറയല്ലേ, അപ്പൊ എത്ര നേരം ഇങ്ങനെ വെച്ച് അകത്ത് ഇരിക്കണം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, രാത്രിയുടെ ഒരു ഭാഗം കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ വിട്ടയക്കാം. അതായത് മഗ്‌രിബ് ബാങ്ക് കൊടുത്ത് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞാൽ ആ തിരക്കും ഓട്ടവും ഒക്കെ ഒന്ന് ശാന്തമാകും. ജിന്നുകളുടെ റഷ് അവർ കഴിഞ്ഞു പോകും. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ പുറത്ത് കളിക്കാൻ വിടാം. ഇതിനങ്ങനെ പറഞ്ഞു എന്ന് കരുതിക്കാണ്ട് രാത്രി സമയത്ത് അധികം കുട്ടികളെ പുറത്തിറങ്ങാതിരിക്കുന്നത് തന്നെയാവും നല്ലത്. 1 മണിക്കൂറാണെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി കഴിയുന്നതും കുട്ടികളെ ഇന്നത്തെ കാലത്ത് പുറത്തിറക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇറക്കാതെ ഒന്ന് സുരക്ഷ എപ്പോഴും നല്ലതാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ ഇതൊരു തമാശ കളിയല്ല. സന്ധ്യാസമയത്ത് കുട്ടികളെ അകത്തിരുത്തുന്നത് നമ്മൾ നമ്മുടെ വീട്ടിലെ ഒരു സെക്യൂരിറ്റി സിസ്റ്റം വെക്കുന്നത് പോലെയാണ്. ഒരു പ്രത്യേക സമയത്ത് ഉണ്ടാകുന്ന അപകടത്തിൽ നിന്ന് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള സ്നേഹോപദേശമാണ് ഈ കൊടുക്കുന്നത് കേട്ടോ. മനസ്സിലായല്ലോ അപ്പൊ എല്ലാവർക്കും? നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടും അവർക്ക് ഒരു പോറ പോലും ഏൽക്കരുത് എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടുമാണ് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതാണ് ഈ നിയമത്തിന് പിന്നിലെ രഹസ്യം. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കാര്യം പറയുമ്പോൾ പേടിയോടെ പറയണ്ട, സ്നേഹത്തോടെ ചിരിച്ചു കൊണ്ടും പറഞ്ഞു കൊടുക്കാം. ഇൻഷാ അല്ലാഹ്. ഇന്നത്തെ വീഡിയോയിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ. ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് എത്തിക്കോളും. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വിഷയവുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.